കാലമാടൻകാവിലെ ഗുളികൻ. ഉത്തരമലബാറിലെ ചോരമണക്കുന്ന മണ്ണിൽ ചെണ്ടയുടെയും തുടിയുടെയും താളത്തിൽ കനലാടി തിമിർത്താടിയ ഒരു കാലമുണ്ടായിരുന്നു. ശംഭുവിന്റെ അച്ഛൻ ശങ്കരൻ പെരുമലയൻ ചെമ്പട്ടുടുത്ത് അട്ടഹസിച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നാട്ടുകാർക്ക് അത് വെറും തെയ്യമായിരുന്നില്ല, സാക്ഷാൽ ദൈവമായിരുന്നു. ഈ കുടിയിൽ ഗുളികന്റെ അംശം വന്നുപിറക്കും എന്ന മുത്തശ്ശന്മാരുടെ അരുളപ്പാട് ശങ്കരനിലൂടെ സത്യമായെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. പക്ഷേ ഒരു പെരുങ്കളിയാട്ട രാവിൽ ശങ്കരനെ പെട്ടെന്ന് കാണാതായി. ദൈവം കടമ തീർത്ത് മലകേറിപ്പോയി എന്ന് ഗ്രാമം കരുതി. കാലം കടന്നുപോയി. ശങ്കരന്റെ മകൻ ശംഭുവിന് ഇപ്പോൾ 30 വയസ്സ്. പക്ഷേ അച്ഛന്റെ ആ കനലോ ഗാംഭീര്യമോ അവനില്ലായിരുന്നു. ദേ പോന്നു, മണ്ടനായ ദൈവപുത്രൻ. നാട്ടുകാർ അവനെ നോക്കി കൊഞ്ഞനം കുത്തി കളിയാക്കി. അപ്പോഴൊക്കെ അവന് ആശ്വാസമായി ആ നാട്ടിൽ പുതുതായി വന്ന ഒരു വൃദ്ധനും വൃദ്ധയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശംഭുവിനെ മക്കളെപ്പോലെ സ്നേഹിച്ച അവർ അവൻ കഞ്ഞിയും കൊടുത്ത് കൂടെ നിർത്തി. പെട്ടെന്നാണ് ആ ഗ്രാമത്തെ വിഴുങ്ങിക്കൊണ്ട് ആ കൊലപാതക പരമ്പര തുടങ്ങിയത്. കൊല്ലപ്പെടുന്നവരുടെ ശരീരത്തിൽ ഒരൊറ്റ തുള്ളി ചോര ബാക്കിയുണ്ടാവില്ല. തലയും ഉടലും വേർപെട്ട നിലയിൽ കാട്ടുമൃഗങ്ങൾ പോലും പോകാത്ത കാലമാടൻ കുന്നിലെ വിജനമായ ബലിക്കലിലാണ് ജനങ്ങൾ കാണപ്പെടുക.